ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വേർഡ്സ് ഹെർട്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് യൂട്യൂബിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് പഠിക്കാനുള്ളത്. ഏകദേശം 6 മിനിറ്റ് നീളമുള്ളൊരു വീഡിയോ ആണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഒലങ്ക വേഴ്സൈറ്റിറ്റ്സ് എന്ന് പറയുന്നൊരു ചാനലിലാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആദ്യം തന്നെ ഇത് തികച്ചും ഐഫോണിൽ മാത്രം പിടിച്ച ഒരു ഷോർട്ട് ഫിലിമാണെന്ന് അവരവരുടെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. ഇനി ഇതിൽ മെയിൻ കണ്ടൻറ് എന്താണെന്ന് നമുക്കാദ്യം നോക്കാം. സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ആ ഒരു അത്രമേൽ ഭയാനകരമായ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നത്. നമുക്ക് എന്താണ് ആ ഷോർട്ട് ഫിലിമിൽ അവർ കാണിക്കുന്നത്, അതിൽ സീൻസൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു സ്ത്രീ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കാണിക്കുന്നു. എന്നിട്ട് എണീറ്റ് ഉടനെ തന്നെ അവർ ഇൻസ്റ്റാഗ്രാം എന്തോ നോക്കുന്നു. അങ്ങനെ അവർ കുളിച്ചൊന്ന് ഫ്രഷായിട്ട് അവരൊരു ഫോട്ടോ, അവരുടെ ഒരു സെൽഫി അവർ അപ്ലോഡ് ചെയ്യാണ്. അങ്ങനെ ലൈക്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഫോട്ടോന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ വെള്ളം കുടിക്കുമ്പോഴും അവർ അവിടേക്കും ഇവിടേക്കൊക്കെ പോകുമ്പോഴും അവരുടെ കയ്യിൽ എന്താണ്, ഫോൺ തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ അവർ എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കാൻ നേരത്ത് അവിടെ ഒരു കമൻറ്റ് വന്നിരിക്കുകയാണ്, യു ലുക്ക് അഗ്ലി, നിന്നെ കാണാൻ യാതൊരു ഭംഗിയുമില്ല എന്നൊരു കമൻറ്റ്. അപ്പോൾ അവരിതെന്താ ഇത് സംഭവം എന്നുള്ള പോലൊരു മട്ടിലാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ അവർ നെക്സ്റ്റ് ഡേ വേറൊരു ഒരു മിറർ സെൽഫിയൊക്കെ എടുത്തിട്ട് വേറൊരു പോസ്റ്റ് അവരിടുകയാണ്. അങ്ങനെ അവർ വണ്ടി ഓടിക്കുമ്പോഴടക്കം അവരുടെ ഫോട്ടോയ്ക്ക് എത്ര ലൈക്ക് വന്നു എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസവും കഴിഞ്ഞപ്പോൾ പുതിയതായി ഇട്ട ആ ഒരു പോസ്റ്റിനടക്കം ഒരു കമൻറ്റ് വന്നു, യു ലുക്ക് ഫാറ്റ് ഇൻ ദാറ്റ് ഡ്രസ്സ്. അതായത് നീ ആ വേഷത്തിൽ വളരെ ഒരു തടിച്ചയായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെയാണ് കമൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമൻറ്റ് കാണുമ്പോൾ മനുഷ്യന്മാരാണ്, നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? ഇപ്പോൾ എന്നോടാണ് പറയുന്നതെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവും, നിങ്ങളോടാണ് പറയുന്നതെങ്കിൽ വിഷമം ഉണ്ടാവും. കാരണം ആരാന്നും നമുക്കറിയില്ല. ഒരു പേരും ഒന്നുമില്ലാത്തൊരു വ്യക്തി ഇതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അല്ലേ? അപ്പോൾ അത്രമേൽ നമുക്കൊരു ചെറിയൊരു വിഷമം തോന്നും. അതൊരു സ്റ്റാർട്ടിംഗ് ആണ്. അതിൻ്റെ ഇങ്ങനെ ആഴം കൂടി വരികയാണെങ്കിൽ നമുക്കത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാവും. അങ്ങനെ അവർ പിറ്റേ ദിവസം അവരെ തടി കുറയ്ക്കാമെന്നുള്ള മട്ടിൽ അവർ എക്സസൈസ് ചെയ്യുന്നു അല്ലേ, ജോഗിങ്ങിന് പോകുന്നത് കാണിക്കുന്നു. ജോഗിങ്ങിന് പോകുമ്പോഴടക്കം അവരുടെ കയ്യിൽ എന്താണ്, ഫോണാണ്. എപ്പോഴും അവരുടെ കയ്യിൽ ഈ ഫോൺ തന്നെയാണ്. അവർ ആ ഫോണിലാണ് ഡിപ്പെൻഡഡായി ജീവിക്കുന്നത്. അങ്ങനെ രാത്രി അവർ ലാപ്ടോപ്പൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മോശപ്പെട്ട കമൻറ്റുകളാണ്. യു ലുക്ക് അഗ്ലി, യു ലുക്ക് വെരി ഹോറിബിൾ, ഗോ ആൻഡ് ഡൈ, നോ മാറ്റർ വാട്ട് യു ഡു, യു വിൽ നെവർ ബി പ്രെറ്റി, യു ആർ ഡിസ്കസ്റ്റിംഗ്, നോബഡി ലൈക്സ് യു. അങ്ങനെയൊക്കെ വളരെ നെഗറ്റീവ് കമൻസ് ആണ്. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ആകെ മൊത്തം വിഷമമായി. അവർ ഫുള്ളി അപ്സെറ്റായി, അവർ ഭയങ്കര ഡിപ്രസ്ഡായി അല്ലേ? അപ്പോൾ അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അവരങ്ങനെ അവസാനം ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് അടക്കം അവിടെ ചെയ്യുന്നതായി കാണിക്കുന്നത്, കുറേ മരുന്നുകളെടുത്ത് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ സൈബർ ബുള്ളിങ് എന്നുള്ള ആ ഒരു ടൈമിൽ പറയുന്നത്. നമുക്ക് അറിയാത്ത ഒരുപാട് വ്യക്തികൾ ഈ ഓൺലൈൻ മീഡിയാസിലൊക്കെ വന്നിട്ട് നമ്മളെ പറ്റി പലതും ആവശ്യമില്ലാത്തത്, റൂമേഴ്സ്, നമ്മളെ ബോഡി ഷെയിം ചെയ്യും, നമ്മളെ കളിയാക്കുന്നതൊക്കെ ചെയ്യുന്നതിനെയാണ് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലും കാണിക്കുന്നത്. അവരവസാനം ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ എഴുതി കാണിക്കുന്നത്. അതായത് ആ സ്ത്രീക്ക് എതിരെ വന്നിട്ടുള്ള മോശപ്പെട്ട കമൻറ്റുകൾ, യു ആർ ഡിസ്കസ്റ്റിംഗ്, നോബഡി ലൈക്സ് യു, യു ആർ ഹൊറിബിൾ, യു ആർ അഗ്ലി, അങ്ങനത്തെ കമൻറ്റുകളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ അവർ പറയുന്നുണ്ട് ഏകദേശം 4500 പീപ്പിൾ ഒരു വർഷത്തിൽ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ. അതായത് ഇങ്ങനെ ഈ ഒരു സൈബർ ബുള്ളിങ് വരുമ്പോൾ പലർക്കും അതിങ്ങനെ മാനസികമായിട്ട് അവരെ തളർത്തുന്നുണ്ട്. അങ്ങനെ തളർത്തുന്നതിലൂടെ പല ആളുകളും സൂയിസൈഡൽ അറ്റംപ്റ്റ്സും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് തന്നിട്ടാണ് അവർ ഈ ഒരു ഷോർട്ട് ഫിലിം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട തീമായിട്ടുള്ള സൈബർ ബുള്ളിങ് എന്താണെന്ന് നോക്കാം. സൈബർ ബുള്ളിങ്ങിൻ്റെ ഡെഫിനിഷനാണ്, സൈബർ ബുള്ളിങ് ഇസ് ദി ആക്ട് ഓഫ് യൂസിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ലൈക്ക് social media, messaging apps, or even online forums to harass or threaten or humiliate someone. അതായത് നമ്മളിങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഓൺലൈൻ പ്ലാറ്റ്ഫോംസൊക്കെ ഉപയോഗിച്ചിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരാളെ ത്രറ്റൻ ചെയ്യുകയോ ഹറാസ് ചെയ്യുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈബർ ബുള്ളിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സൈബർ ബുള്ളിങ് ഹാപ്പൻസ് വെൻ പീപ്പിൾ യൂസ് ദി ഇൻ്റർനെറ്റ് ടു ഇൻസൾട്ട്, സ്പ്രെഡ് റൂമേഴ്സ് ഓർ മേക്ക് സംവൺ ഫീൽ ബാഡ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുക അല്ലേ, കളിയാക്കിയിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. പിന്നെ സ്പ്രെഡിങ് റൂമേഴ്സ് അല്ലേ, തെറ്റായ പ്രചാരണങ്ങൾ നടത്തുക. ഓർ മേക്ക് സംവൺ ഫീൽ ബാഡ്, ഒരാൾക്ക് അയാളെ തന്നെ ഞാൻ നന്നല്ല എന്നുള്ളൊരു തോന്നൽ തോന്നിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ എന്തിലൂടെയാണ് അങ്ങനൊരു ഇതൊക്കെ കൊണ്ടുവരുന്നത്? മെസ്സേജുകളിലൂടെയോ പോസ്റ്റിലെ കമൻറ്റുകളിലൂടെയോ ഒക്കെയാണ് ഇങ്ങനത്തെ ഒരു സൈബർ ബുള്ളിങ് നടക്കുന്നത്.
ഈ സൈബർ ബുള്ളിയിങ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചെറുപ്പക്കാരെയാണെന്നാണ് പറയുന്നത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ മൊബൈലുകൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും സമയം ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളും. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ കമ്പനീസും ഗവൺമെൻറ്റും ഒക്കെ ഇതിനെതിരെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഹറാസ്മെൻറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഒരാളുടെ മാനസിക നിലയെ, ഒരു ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും അടക്കം ബാധിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിനെയും അദ്ദേഹത്തിൻ്റെ മൈൻഡിനെയും ഒക്കെ ബാധിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രൈമാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത്. അതായത് എന്ത് വേണമെങ്കിലും എഴുതാം, എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യം നമ്മൾ ഒരിക്കലും മുതലെടുക്കരുത്. അത് തെറ്റായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യരുത്. നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം, നമുക്ക് ആരെ വേണമെങ്കിലും തെറി വിളിക്കാം, നമുക്ക് ആരെ വേണമെങ്കിലും ഹരാസ് ചെയ്യാം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആവരുത്. അപ്പോൾ അതുകൊണ്ട് ഈ സൈബർ ബുള്ളിയിങ് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് എടുക്കണമെന്ന് പറയുന്നു. അതായത് കുട്ടികളെ എങ്ങനെയൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാമെന്നുള്ള ഒരു ക്ലാസ്സുകൾ കൊടുക്കണം. ടീച്ചിങ് ചിൽഡ്രൻ ഹൗ ടു സ്റ്റേ സേഫ് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ അതിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, എല്ലാവരോടും നമുക്ക് പരസ്പരം സ്നേഹം കൊണ്ടുവരാം, എൻകറേജിങ് കൈൻഡ്നെസ് ആൻഡ് ക്രിയേറ്റിംഗ് സേഫ് സ്പേസസ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. ആരോടും എവിടെ വെച്ചിട്ടും, നേരിട്ടാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെ ഹരാസ് ചെയ്യരുത്, അല്ലേ? നേരിട്ടാണെങ്കിലും പോലും ഹരാസ് ചെയ്യരുത്. പക്ഷേ ഓൺലൈനിലൂടെ ഹരാസ് ചെയ്യാൻ പാടുമോ? അപ്പോൾ അതും പാടില്ല. ഓൺലൈനിലൂടെ ഹരാസ് ചെയ്യുന്നതാണ് നേരിട്ട് ഹരാസ് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രശ്നം. കാരണം ഒരാൾ നേരിട്ട് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. പക്ഷെ ഓൺലൈനിലൂടെ പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ ഒരു വീഡിയോയിലും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സൈബർ ബുള്ളിയിങ് മൂലം നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അത് ബാധിക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഈവൻ സൂയിസൈഡ് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ പോലും വരുന്നുണ്ട്, നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ദ പവർ ഓഫ് വേർഡ്സ്. നമ്മളിപ്പോൾ നേരിട്ടൊരാൾ നമ്മളെ കളിയാക്കുകയാണ്, അബ്യൂസ് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ എങ്കിൽ അത് അവിടെ വെച്ച് കഴിഞ്ഞു. പക്ഷേ ഒരു ഓൺലൈൻ അബ്യൂസ് ആണെങ്കിൽ എന്താ, നമ്മളൊരു കമൻറ്റ് യു ലുക്ക് അഗ്ലി എന്നുള്ള കമൻറ്റ് അവിടെ എപ്പോഴും കിടക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമ്മളെ വീണ്ടും വീണ്ടും ബാധിക്കും. സോ ഹൗ വേർഡ്സ് ക്യാൻ ബി മോർ ഡാമേജിങ് ദാൻ ഫിസിക്കൽ അബ്യൂസ് ബിക്കോസ് ദേ സ്റ്റേ ഓൺലൈൻ പെർമനൻ്റ്ലി. അത് എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് എപ്പോഴും നമുക്ക് വീണ്ടും വിഷമങ്ങൾ വരികയാണ് ചെയ്യാറുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ സൈബർ ബുള്ളിങ്ങിൻ്റെ എന്ത് കേസ് എടുത്ത് നോക്കിയാലും, ആര് കമൻറ്റ് ഇട്ട കാര്യം നോക്കുകയാണെങ്കിലും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരിക്കും മിക്കതും. അവൾ നന്നല്ല, അവൾ ഇങ്ങനെയാണ്, അവൾ മറ്റേതാണ് മറിച്ചാണ്, അങ്ങനത്തെ ഒക്കെ കമൻ്റ് ആയിരിക്കും. അതൊക്കെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് വരിക. അപ്പോൾ നമുക്ക് ആരോടും പോയിട്ടപ്പോൾ നമുക്ക് ഇന്ന ആളോട് പോയിട്ട് തല്ലുണ്ടാക്കാനോ അതിനെതിരെ ചോദ്യം ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇതിനെതിരെ ഒക്കെ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഇതിൽ നമ്മുടെ വീഡിയോയിൽ ആ വ്യക്തി അവസാനം വളരെ ഒതുങ്ങിക്കൂടി നല്ല വിഷമത്തിൽ, നല്ല ഡിപ്രഷനിൽ, നല്ല സൈലൻസിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നിങ്ങളെ ആരെങ്കിലും ഓൺലൈനിൽ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ടീച്ചേഴ്സിനോടോ ആരോടെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ട ഗൈഡൻസ് അവരുടെ അടുത്ത് നിന്ന് നേടിയെടുക്കണം. കാരണം ഇത് അത്രയ്ക്ക് പ്രശ്നമുള്ള കാര്യമെന്നല്ല. നമ്മൾ നല്ല ധൈര്യത്തോടെ ഇരുന്നാൽ മാത്രം മതി. ഇങ്ങനെ പലരും ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇതൊക്കെ വന്ന് പറയും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട്, നല്ല ബോൾഡായിട്ട് എപ്പോഴും ഇരിക്കണം. പിന്നെ സ്കൂളുകളിലും മറ്റും ഇതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം, അല്ലേ? അപ്പോഴാണ് ഇങ്ങനെ നേരിടുന്ന കുട്ടികൾക്ക് നല്ല ബോൾഡായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് അനുഭവിച്ച് ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വല്ല അവസരങ്ങൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് ഓരോരോ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഈ ഒരു മൊഡ്യൂളിലും എൻറ്റയർലി പറയുന്നത് ഈ സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, വളരെ എളുപ്പമുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. താങ്ക് യു.